നമ്മൾ മൂല കെട്ടുന്ന രീതി കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ കനത്തിൽ സിമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കല്ല് വെച്ചിട്ട് പിന്നെ തൂക്കുണ്ട ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുറിത്തലയും രണ്ട് ഭാഗങ്ങളും തൂക്കി കറക്റ്റ് ചെയ്ത് നിർത്തലാണ് പൊതുവെ നമ്മൾ ചെയ്യാറുള്ളത്. സമയാസമയങ്ങളിൽ നമ്മുടെ തൂക്കുണ്ടയുടെയൊക്കെ കൃത്യതയും അതേപോലെ നമ്മൾ ടൂൾസിൻ്റെ ഒക്കെ കാര്യക്ഷമതയും ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മൂല കെട്ടാനും സാധിക്കുള്ളൂ. വൃത്തിയായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഭംഗിയിൽ നമുക്കൊരു വീട് കെട്ടി തീർക്കാനും സാധിക്കുകയുള്ളൂ. കാരണം തൂക്കുണ്ടയുടെ കട്ട നമ്മളൊരു മരം കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ ഇതിന് കാലപ്പഴക്കം മൂലം ഇതിന് തേയ്മാനവും പിന്നെ ഇതിന് നടുവിൽ വരുന്ന നൂല് വരുന്ന ഹോൾസിന് വലിപ്പം കൂടുതലൊക്കെ കാരണം തൂക്കത്തിന് ചെറിയ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. സാധാരണ രീതിയിലുള്ള പടവിനെ അപേക്ഷിച്ച് എക്സ്പോസറായിട്ട് ചെയ്യുന്ന ഇതേപോലുള്ള വർക്കുകളിലൊക്കെ നമ്മൾ തൂക്കുണ്ടോടൊപ്പം തന്നെ നമ്മൾ സ്പിറ്റ് ലെവലും വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്ത് കൃത്യത ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മൂലകൾ കെട്ടി തീർക്കാറുള്ളൂ. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെങ്കിലും കൂടി നമ്മൾ മൂല കെട്ടുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഒരു ഭിത്തിയുടെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ എല്ലാം ഇരിക്കുന്നത് അതിൻ്റെ മൂലയില്ല. നമ്മുടെ മൂല കെട്ടുന്ന ഭാഗത്ത് നമ്മുടെ അടുത്ത് ചെറിയൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ എല്ലാം അതോടുകൂടി പോയി. എക്സ്പോസറായിട്ട് ചെയ്യുന്ന വർക്കുകളിൽ പ്രത്യേകിച്ചും പിന്നെ അതിൻ്റെ ഭംഗിയും അതിൻ്റെ എല്ലാം അതോടുകൂടി നഷ്ടപ്പെടും. ഓരോ മേസ്തിരിമാർക്കും ഓരോ രീതിയിൽ ഓരോ ശൈലിയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഓരോരുത്തരും ചെയ്യണത് അവർ വിജയിച്ച രീതിയിലുള്ള ഒരു ചെയ്യലാണ് അവർ ചെയ്യുക. എങ്ങനെ കൃത്യതയിലും ഭംഗിയിലും മൂല കെട്ടാം, അതിനുശേഷം നൂല് കെട്ടി എങ്ങനെ പടുക്കുക എന്നുള്ളൊരു വീഡിയോ ഒക്കെ നല്ലൊരു കുറച്ച് ലെങ്ത്തുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ വൈകാതെ വരുന്നതായിരിക്കും.